നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്ന ഒരു ഏരിയ നഴ്സിംഗ് പ്രോസസ് ഫോർ നഴ്സിംഗ് സ്റ്റാഫ് ഇൻ ഐ പി ഡിപ്പാർട്ട്മെന്റിലെ നഴ്സിംഗ് സ്റ്റാഫിന്റെ ഒരു ദിവസത്തെ പ്രോസസ്സുകൾ എന്തെല്ലാം ആണ് എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മൾ ഡയറക്റ്റ് ക്ലാസ്സുകളിലേക്ക് പോവാം. ഒന്ന് അഡ്മിഷൻ പ്രോസസ്, പേഷ്യന്റ് അഡ്മിഷൻ. പേഷ്യന്റ് അഡ്മിഷനിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഒന്ന് അഡ്മിഷൻ പ്രോസസ്സിലെ കാര്യം പറയുകയാണെങ്കിൽ വെൽക്കം ദ പേഷ്യന്റ് ആൻഡ് ദർ ഫാമിലി അപ്പോൺ അറൈവൽ. അവരെ വെൽക്കം ചെയ്യുക, അറ്റ്ലീസ്റ്റ് ഒരു സ്മൈൽ, അല്ലെങ്കിൽ അവരുടെ നമ്മളുടെ ഒരു ജസ്റ്റർ, അവർ വരികയാണെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഓക്കെ, അതായത് യു ആർ വെൽക്കം ഹിയർ എന്നുള്ള ഒരു മോഡ് നമ്മളുടെ ബോഡി ലാംഗ്വേജിലും ഐ കോണ്ടാക്റ്റിലും ഉണ്ടാവുക. വെരിഫൈ ദ പേഷ്യന്റ് ഐഡന്റിറ്റി ആൻഡ് ചെക്ക് ദ അഡ്മിഷൻ ഡീറ്റെയിൽസ്. അവരുടെ ഏതാണ് പേഷ്യന്റ്, അവരെ ഡീറ്റെയിൽ വാങ്ങി വെക്കുക. നമ്മുടെ കൂടെ ഉണ്ടാവുക, നമുക്കുണ്ടാവുക അവരുടെ ഫയൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാവും അഡ്മിഷൻ വേണ്ടിയില്ല, അല്ലെങ്കിൽ അഡ്മിഷൻ ഫോം ഫില്ല് ചെയ്തിട്ടായിരിക്കും IP-യിലേക്ക് വരിക. Okay, then obtain the informed consent and ensure the completion of admission forms. And admission form fill ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നെസസറി പാർട്ട് എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട് ഉറപ്പുവരുത്തുക. ഇൻ കേസ് എന്തെങ്കിലും കൺസേൺ ഫോം നമ്മൾ സൈൻ ചെയ്തിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ അതിന്റെ കൺസേൺ ഫോം സൈൻ ചെയ്യിക്കാം. കൺസേൺ ഫോം സാധാരണയായിട്ട് എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യുമ്പോഴാണ് കൺസേൺ ഫോം സൈൻ ചെയ്യിക്കേണ്ടി വരിക. ഈവൻ നമ്മൾ ആ ഒരു പ്രൊസീജിയറിലേക്ക് പോവുകയാണെങ്കിൽ അതുകൂടി ഇവിടെ ഉൾപ്പെടുത്താം. അടുത്ത് കണ്ടക്ട് ആൻ ഇനീഷ്യൽ ഓറിയന്റേഷൻ റിഗാർഡിംഗ് ഹോസ്പിറ്റൽ പോളിസീസ്, വിസിറ്റിംഗ് ഹവേഴ്സ് ആൻഡ് അമ്യൂണിറ്റീസ്. അതായത് നമ്മളിപ്പോ ഒരു പേഷ്യന്റ് വന്നു, അവരോട് ഇനീഷ്യൽ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റൽ പോളിസീസ് ലൈക്ക് അവർക്ക് ഏത് റൂമാണ് അസൈൻ ചെയ്തിട്ടുള്ളത്, ആ റൂമിന് എത്രയാണ് ചാർജസ് ഉണ്ടാവുക, അല്ലെങ്കിൽ വിസിറ്റിംഗ് ഹവേഴ്സ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ ഇപ്പോ റൂമിലുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, ഇപ്പൊ ഓക്സിജൻ ഉണ്ടെങ്കിൽ ഓക്സിജൻ അവൈലബിൾ ആണ്, അതേപോലെ തന്നെ നമുക്ക് ഹോട്ട് വാട്ടർ അവൈലബിൾ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ എവിടെ നിന്ന് കളക്ട് ചെയ്യാം എന്നുള്ള രീതി. ഈ സംഗതികളൊക്കെ ഒരു പേഷ്യന്റിനോ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിനോ ഓറിയന്റേഷൻ കൊടുക്കണം. അതായത് ഈ റൂമിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫെസിലിറ്റി എന്താണ്. ഇപ്പോൾ ഡീലക്സ് റൂം ഉണ്ട്, അല്ലെങ്കിൽ AC റൂം ഉണ്ട്, നോർമൽ റൂം ഉണ്ട്, സ്റ്റാൻഡേർഡ് റൂം ഉണ്ട്. ഇതിലൊക്കെ കിട്ടുന്ന ഫെസിലിറ്റി എന്താണെന്ന് വിശദീകരിച്ച് കൊടുക്കുകയും ചെയ്യുക. ദെൻ പേഷ്യന്റ് റൂം പ്രിപ്പറേഷൻ. ഇത് ശരിക്കും ഒരു പേഷ്യന്റ് വന്നതിന് ശേഷമല്ല, വരുന്നതിന്റെ ഇങ്ങനെ ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, പേഷ്യന്റെ റൂം പ്രിപ്പയർ ചെയ്ത് വെക്കും. സാധാരണയായിട്ട് എൻഷുർ ദ അസൈൻ റൂം ഇസ് ക്ലീൻ ആണെന്ന് ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് ടീമിനെ വിളിച്ച്, അല്ലെങ്കിൽ അവൈലബിൾ ഏതാണോ ക്ലീൻ ആയ റൂം അതെടുക്കുക. അവൈലബിൾ അല്ലെങ്കിൽ കംപ്ലീറ്റ് ക്ലീൻ അല്ല, അല്ലെങ്കിൽ നെക്സ്റ്റ് പേഷ്യന്റ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുക, ഇത്ര സമയത്തിനുള്ളിൽ നിങ്ങളുടെ റൂം ക്ലീൻ ആയിട്ട് കിട്ടും എന്ന് പറയാം. ഹൗസ് കീപ്പിംഗിൽ ഇൻഫർമേഷൻ കൊടുക്കുക. ആസ് സൂൺ ആസ് പോസിബിൾ വെയിറ്റിംഗിന്റെ ഇതിനനുസരിച്ചിട്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് അവരുടെ എല്ലാം സാനിറ്റൈസ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പേഷ്യന്റ് റെഡി ആയി കഴിഞ്ഞാൽ ഇൻഫോം ചെയ്യുക. ദെൻ ചെക്ക് അവൈലബിലിറ്റി ഓഫ് എസെൻഷ്യൽ ലൈക്ക് ക്ലീൻ ലൈനേഴ്സ് ആൻഡ് വാട്ടർ ആൻഡ് ബേസിക് ടോയ്ലറ്ററീസ്. അതായത് നമുക്ക് നമ്മളുടെ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ പില്ലോസ് നല്ല രീതിയിലാണ് ഇരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. അത് ലൈൻ കൃത്യമായിട്ട് അസൈൻ ചെയ്ത് വെക്കുക. സാനിറ്റൈസ് ചെയ്തിട്ട്, അത് മെയിൻ ഉപയോഗിക്കുന്ന ഏരിയ, അതായത് നമ്മുടെ ഡോർ ഓപ്പണിംഗ് ചെയ്യുന്ന ഭാഗം, അതേപോലെ തന്നെ ഈ ഹാൻഡ് റെയിൽസ്, ഇതെല്ലാം സാനിറ്റൈസ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. വെള്ളം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ടോയ്ലറ്റ്, ബേസിക് ടോയ്ലറ്റ് നീഡ്സ് എന്തൊക്കെയാണോ എന്നുണ്ടെങ്കിൽ ആ ബാത്റൂമിലുള്ള സംഗതികളെല്ലാം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അവിടെ ക്ലീനിങ് നടന്നിട്ടുണ്ട്, അവിടെ ചെക്ക് ലിസ്റ്റ് വെച്ചിട്ടുണ്ട്, അത് നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇൻ കേസ് ഇതിൽ എന്തെങ്കിലും ഫാൾട്ട് കാണുകയാണെങ്കിൽ കൺസേൺ ഡിപ്പാർട്ട്മെന്റിനെ അത് അറിയിക്കുകയും ചെയ്യുക. കൺഫേം ദ ഫംഗ്ഷനാലിറ്റി ഓഫ് റൂം എക്യുപ്മെന്റ്സ്, അതായത് ബെഡ്ഷീറ്റ്, ഈവൻ നമ്മളുടെ എന്താ പറയാ കർട്ടൻസ്, നഴ്സിംഗ് കോളിംഗ് ബെൽ. നമ്മളിപ്പോ സാധാരണ ഉപയോഗിക്കുന്ന നമ്മളുടെ ടെലിഫോണുകളാണ്. ഓരോ റൂമിലും ഓരോ ടെലിഫോൺസ് ഉണ്ട്, അത് കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്സിജൻ സപ്ലൈ ഉള്ള റൂമുകളാണെങ്കിൽ അത് കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്സിജൻ അതിൽ നമ്മൾ ഡിസ്റ്റിൽ വാട്ടർ ഉപയോഗിക്കും, അത് കൃത്യമായിട്ട് അതിന്റെ മിനിമം ലെവൽ കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ബെഡ് സൈഡ് മോണിറ്റർ വെക്കേണ്ട പേഷ്യന്റ് ആണെങ്കിൽ മോണിറ്റർ നമ്മൾ അഡീഷണൽ വെക്കുക. എല്ലാ റൂമുകളിലും നമ്മൾ മോണിറ്റേഴ്സ് ഫിറ്റ് ചെയ്യാറില്ല. ദെൻ അങ്ങനെയുള്ള ആവശ്യമുള്ള പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ ബെഡ് സൈഡ് മോണിറ്റർ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. രണ്ടാമത് നമ്മൾ ഇനീഷ്യൽ പേഷ്യന്റ് അസസ്മെന്റ് ആണ്.
ഒന്ന് ഒരു പേഷ്യന്റിന് നമ്മൾ അഡ്മിഷൻ ഫോം എല്ലാം ഫില്ല് ചെയ്ത് വളരെ കൃത്യമായിട്ട് റൂമിലാക്കി, റൂമിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു, എല്ലാം എവറിത്തിങ് ഫംഗ്ഷൻ കൃത്യമാണെന്ന് ഉറപ്പുവരുത്താൻ നെക്സ്റ്റ് അവരെ ഇനീഷ്യൽ അസസ്മെന്റ് ചെയ്യാം. ഒന്ന് അതിൽ കോംപ്രഹെൻസീവ് അസസ്മെന്റിൽ ഒന്ന് പറയുന്നത് പെർഫോം ദ ഡീറ്റെയിൽഡ് ഇനീഷ്യൽ അസസ്മെന്റ് ഇൻക്ലൂഡിംഗ് റിവ്യൂ ഓഫ് മെഡിക്കൽ ഹിസ്റ്ററി നമ്മൾ നോക്കണം. ഒരു പേഷ്യന്റ് വരുമ്പോൾ അവരുടെ ഒന്നുകിൽ അവർ ഫയൽ ഉണ്ടാവും, അല്ലെങ്കിൽ അവർ കാണിച്ച ഡോക്ടേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ടാവും. ദെൻ അവരുടെ പ്രസന്റ് കംപ്ലൈന്റ് എന്താണെന്ന് കൂടി നമ്മൾ കേട്ട് മനസ്സിലാക്കുക. റെക്കോർഡ് ബേസ് ലൈൻ വൈറ്റൽസ് ചെക്ക് ചെയ്യുക, സച്ച് ആസ് ടെമ്പറേച്ചർ, പൾസ്, ബ്ലഡ് പ്രഷർ, ഓക്സിജൻ സാച്ചുറേഷൻ. ഇത്രയും കാര്യങ്ങൾ, ഒന്ന് ടെമ്പറേച്ചറും പൾസും ബ്ലഡ് പ്രഷർ ഓക്സിജൻ സാച്ചുറേഷനും കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. അസസ് ദ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ കണ്ടീഷൻ, അണ്ടർസ്റ്റാൻഡ് ദ ഇമ്മീഡിയറ്റ് നീഡ്സ്. അതായത് അവരുടെ ഫിസിക്കൽ എന്താണ്, അവരുടെ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ആക്ട് ചെയ്യുകയും ചെയ്യുക. ഫസ്റ്റ് അസസ്മെന്റ് എല്ലാവർക്കും വിത്തിൻ നോ ടൈം ആ ഒരു പേഷ്യന്റ് വന്ന് സാധാരണഗതിയിൽ പിന്നെ നമ്മളുടെ ഗൈനക് ആൻഡ് പീഡിയാട്രിക് ആണ് നമുക്കുണ്ടാവുക. ഗൈനക് ആണെങ്കിൽ അവർ അഡ്മിഷൻ ആവുന്നത് പിന്നെ ചിലപ്പോൾ ഡയറക്റ്റ് ലേബർ റൂമിലേക്ക് പോയിട്ടായിരിക്കും, ബാക്കി അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് ആയിരിക്കും റൂമിൽ ഉണ്ടാവുക. അപ്പൊ പിന്നെ ആ ഇനിഷ്യൽ അസസ്മെന്റ് ലേബർ റൂം അല്ലെങ്കിൽ ആ ഏരിയയിൽ നിന്നാണ് നടക്കുക. ദെൻ അത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ കയ്യിൽ, അത് IP ഡിപ്പാർട്ട്മെന്റിൽ ഈ നമ്മളുടെ ഫയൽ കിട്ടുമ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് അതിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇല്ല എന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം മെൻഷൻ ചെയ്ത് വെക്കുകയും ചെയ്യുക. ദെൻ പീഡിയാട്രിക് കേസ് ഒക്കെ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജനറൽ കേസുകളൊക്കെ പറയുകയാണെങ്കിൽ ഡയറക്റ്റ് IP-യിലേക്കാണ് വരിക. IP-യിലേക്ക് വരുമ്പോൾ ഇതേപോലെ തന്നെ അവരുടെ ഹിസ്റ്ററി, അലർജിക് ഹിസ്റ്ററി, അല്ലെങ്കിൽ പേഷ്യന്റ് കംപ്ലൈൻസ്, പ്രസന്റ് കംപ്ലൈൻസ്, ഇതെല്ലാം നോക്കുക. ദെൻ അവരെ വൈറ്റൽസ് എടുക്കുക. ദെൻ ഫിസിക്കൽ സൈക്കോളജിക്കൽ എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുള്ള പേഷ്യന്റ് ആണോ നോക്കുക. ദെൻ അതിന്റെ നീഡ്സ് എന്താണ്, ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് ചെയ്യേണ്ടത്, ഫിസിഷ്യനെ റിപ്പോർട്ട് ചെയ്യലോ അല്ലെങ്കിൽ ഓൺ കോൾ ഡോക്ടേഴ്സിന് റിപ്പോർട്ട് ചെയ്യലോ ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുക. ദെൻ കെയർ പ്ലാൻ ഡെവലപ്മെന്റ്. കെയർ പ്ലാൻ നമ്മൾ ഓരോ സമയത്തും ഓരോ ഡിപ്പാർട്ട്മെന്റിൽ പറയുന്നതാണ് കെയർ പ്ലാൻ ഡെവലപ്മെന്റ്. അതിനെ കുറിച്ചാണ് അതിൽ വരുന്നത്. ഡെവലപ്പ് ഇൻഡിവിജ്വൽ കെയർ പ്ലാൻ ബേസ്ഡ് ഓൺ പേഷ്യൻസ് അസസ്മെന്റ്. പേഷ്യന്റ് അസസ്മെന്റ് വെച്ച് അവർക്ക് വേണ്ട കെയർ പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്യുക. നഴ്സിംഗ് കെയർ പ്ലാൻ സെറ്റ് ചെയ്യുക. കൊളാബറേറ്റ് വിത്ത് ദ ഫിസിഷ്യൻ, അലൈൻ ദ നഴ്സിംഗ് കെയർ പ്ലാൻ വിത്ത് ദ ഓവറോൾ ട്രീറ്റ്മെന്റ് ഗോൾസ്. ഇപ്പോൾ ഒരാളുടെ ട്രീറ്റ്മെന്റ് ഗോൾസ്, ഒരു ഡെലിവറി, ഒരു ഗൈനക് പേഷ്യന്റ് ആണെങ്കിൽ അവരുടെ സുഖപ്രദമായ ഡെലിവറിയും അതിനോടനുബന്ധിച്ചുള്ള അവരുടെ സ്റ്റേയുമാണ് നമ്മുടെ ഗോൾ വരിക. വളരെ സുഗമമായിട്ടുള്ള അവരുടെ രണ്ടുപേരുടെയും, അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യം കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത്. അതെ, അതുപോലെ തന്നെ പീഡിയാട്രിക് കേസുകളാണെങ്കിൽ എന്താണ് നമ്മളുടെ ട്രീറ്റ്മെന്റ് ഗോൾ, അത് മുൻകൂട്ടി ഡോക്ടറോട് ചോദിച്ചറിഞ്ഞ് അതിനനുസരിച്ചാണ് ഡോക്ടേഴ്സ് ഓർഡർ ഉണ്ടാവും. അതിനനുസരിച്ചാണ് നഴ്സിംഗ് കെയർ പ്ലാൻ ചെയ്യേണ്ടത്. ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. എന്നിരുന്നാലും നമുക്ക് മിനിമം കെയർ പ്ലാൻ മുൻകൂട്ടി സെറ്റ് ചെയ്യാം. അതായത് നമുക്കിപ്പോ ഗൈനക് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള കെയർ പ്ലാൻ, അതിൽ തന്നെ നോർമൽ ഓർ CS വരികയാണെങ്കിൽ എന്താണ് അവരുടെ കെയർ പ്ലാൻ എന്നുള്ളത് സെറ്റ് ചെയ്യാം. പീഡിയാട്രിക് കേസ് നമ്മളെ വന്നുകൊണ്ടിരിക്കുന്ന കേസുകൾ ഉണ്ടെങ്കിൽ അവരുടെ ഒരു കെയർ പ്ലാൻ സെറ്റ് ചെയ്യാം. അങ്ങനെ ഓരോന്നും മുൻകൂട്ടി സെറ്റ് ചെയ്യുകയും ആവശ്യമുള്ള ആ കെയർ പ്ലാൻ ഇന്ന പേഷ്യന്റിന് ഫോളോ ചെയ്യുകയും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഓരോ ഷിഫ്റ്റിൽ വരുന്ന ആളുകൾക്കും ഇവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ആ പേഷ്യന്റ് ഗ്രോത്ത് ഒറ്റ നോട്ടത്തിൽ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും. രണ്ടാമത്തെ പ്രോസസ് ആണ് പറഞ്ഞത് ഇനീഷ്യൽ പേഷ്യന്റ് അസസ്മെന്റ്. അതിൽ വരുന്ന 2 പോയിന്റുകളാണെന്ന് കോംപ്രിഹെൻസീവ് അസസ്മെന്റ്, ദെൻ കെയർ പ്ലാൻ ഡെവലപ്മെന്റ്. മൂന്നാമതായിട്ട് റൊട്ടീൻ കെയർ ആൻഡ് മോണിറ്ററിങ്. നമ്മളൊരു കെയർ പ്ലാൻ സെറ്റ് ചെയ്തു, അവരെ പിന്നെ അസസ് ചെയ്തു, ഡോക്ടേഴ്സിന്റെ റെക്കോർഡ്സും ഇതെല്ലാം നമുക്കുണ്ട്. ഇനിയാണ് നമ്മുടെ കൃത്യമായ മോണിറ്ററിങ്ങും റൊട്ടീൻ കേസും. ഒരു പേഷ്യന്റ് എന്തിനാണ് നമ്മളുടെ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ എടുക്കുന്നത്? ആ ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് റൊട്ടീൻ കെയർ ആൻഡ് മോണിറ്ററിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ വൈറ്റൽ സൈൻ മോണിറ്ററിങ് ആണ് ആദ്യത്തെ കാര്യം. റെഗുലർലി മോണിറ്റർ ദ റെക്കോർഡ് വൈറ്റൽ സൈൻസ് ആസ് പെർ ദ ഫിസിഷ്യൻ ഓർഡേഴ്സ്. ഡോക്ടർ പറഞ്ഞ പ്രകാരം എത്ര സമയത്താണ് അവരുടെ വൈറ്റൽസ് ചെക്ക് ചെയ്യേണ്ടത്, ഡോക്ടേഴ്സ് ഓർഡർ പ്രകാരം ഏതൊക്കെ സമയങ്ങളിലാണ് വൈറ്റൽസ് ചെക്ക് ചെയ്യേണ്ടതെന്ന് കൃത്യമായി ഡോക്ടേഴ്സ് ഓർഡർ പ്രകാരം തന്നെ ഫോളോ ചെയ്യുക. അങ്ങനെ ഫോളോ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഒബ്സർവ് ഫോർ ദ എനി സിഗ്നിഫിക്കന്റ് ചേഞ്ച് ആൻഡ് റിപ്പോർട്ട് പ്രോംപ്റ്റ്ലി. ഇനി അതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ
അപ്പോൾ തന്നെ ഡോക്ടേഴ്സിനെ വിളിച്ച് വിവരം അറിയിക്കുകയും ചെയ്യുക. ഒന്ന്, ഡോക്ടേഴ്സിന്റെ ഓർഡർ പ്രകാരം നമ്മൾ കെയർ പ്ലാൻ ഉണ്ടാക്കിയതുപോലെയാണ് എന്ത് ചെയ്യേണ്ടത്, വൈറ്റൽസ് മോണിറ്റർ ചെയ്യേണ്ടത്. കൃത്യമായി മോണിറ്റർ ചെയ്യുക. അതിൽ എന്തെങ്കിലും ചേഞ്ചസ് കണ്ടാൽ അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ഇമ്മീഡിയറ്റ് റിപ്പോർട്ട് ചെയ്യേണ്ടതാണെങ്കിൽ അവിടെ ഇമ്മീഡിയറ്റ് റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ദെൻ ഇപ്പോൾ ഒരു ഡിഫറൻസ് കാണുന്ന പറഞ്ഞാൽ ഒന്നുകിൽ ചിലപ്പോൾ നിങ്ങൾ നോക്കി നിങ്ങൾക്ക് ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നഴ്സിംഗ് സൂപ്രണ്ട് അല്ലെങ്കിൽ നഴ്സിംഗ് ഓഫീസറെ ഇവരെ അറിയിക്കുക. ഇമ്മീഡിയറ്റ് ആക്ഷൻ ആണെങ്കിൽ ഡയറക്റ്റ് ടു ഫിസിഷ്യൻ. ദെൻ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. ഒന്ന് നമ്മൾ വൈറ്റൽ സയൻസ് പറഞ്ഞു, അത് റെഗുലർലി എങ്ങനെയാണ് ഡോക്ടേഴ്സ് ഓർഡർ ചെയ്യുന്നത് അതുപോലെ ആണ് ഫോളോ ചെയ്യേണ്ടത്. നെക്സ്റ്റ്, മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. ഇവർക്ക് കൊടുക്കേണ്ട മെഡിക്കേഷൻസ്, അതിനൊരു 5 റൈറ്റ്സ് നമുക്കുണ്ട്. ജസ്റ്റ് അതിനെ കുറിച്ച് പറയുമ്പോൾ ഒരു സ്ട്രിക്ട്ലി ഫോളോ ചെയ്യേണ്ട 5 റൈറ്റ്സ്. ഒന്ന്, റൈറ്റ് പേഷ്യന്റ്, റൈറ്റ് മെഡിക്കേഷൻ, റൈറ്റ് ഡോസ്, റൈറ്റ് ടൈം, റൈറ്റ് റൂട്ട്. 5 R's എന്ന് പറയാം. ഒന്ന്, കൃത്യമായ പേഷ്യന്റ് ആണെന്ന് ഉറപ്പുവരുത്തുക, കൃത്യമായ മെഡിസിൻ ആണ് കൊടുക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക, മെഡിക്കേഷൻ ആണ് കൊടുക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക, കൃത്യമായ ഡോസേജ് ആണെന്ന് ഉറപ്പുവരുത്തുക, റൈറ്റ് ടൈമിലാണ് നമ്മൾ കൃത്യം സമയത്താണ് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നത് ഉറപ്പുവരുത്തുക, റൈറ്റ് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. ഈ 5 R'കൾ നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ ഈ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ വളരെ കൃത്യമായിട്ട് പോകും. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷനിൽ 5 R's ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. റൈറ്റ് പേഷ്യന്റ്, റൈറ്റ് മെഡിക്കേഷൻ, റൈറ്റ് ഡോസ്, റൈറ്റ് ടൈം ആൻഡ് റൈറ്റ് റൂട്ട്. ഓക്കെ, then document every medication administered in the patient chart. പേഷ്യന്റ് ചാർട്ടിൽ എല്ലായ്പ്പോഴും നമ്മൾ കൊടുത്തിട്ടുള്ള മെഡിക്കേഷൻ കൃത്യമായിട്ട് നോട്ട് ചെയ്യുകയും ചെയ്യുക. Then patient hygiene and comfort. Assist the patient with the daily hygiene activities like bathing, oral care or grooming. അപ്പൊ നമുക്ക് അവരുടെ ഹൈജീൻ, ഒരു പേഷ്യന്റ് ഹൈജീനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നമ്മളുടെ സപ്പോർട്ട് അവർക്ക് വേണമെങ്കിൽ എല്ലായ്പ്പോഴും ആ സംഗതിയിൽ അസിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇൻ കേസ് ഇപ്പോൾ ചില പേഷ്യന്റിനെ ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ ഓറൽ കെയറിന് വേണ്ടിയിട്ടോ അവർക്ക് വേണ്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടാവും. എന്നാലും നമ്മളുടെ ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് അവരോട് ചോദിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതേപോലെ തന്നെ ചേഞ്ച് ബെഡ് ലൈനേഴ്സ്, എൻഷുർ ക്ലീൻ ആൻഡ് കംഫർട്ടബിൾ എൻവയോൺമെന്റ്. അതായത് നമ്മുടെ ബെഡ്ഷീറ്റുകൾ കൃത്യമായി ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ സാധാരണ ഓരോ ദിവസങ്ങളിലും നമ്മൾ ചേഞ്ച് ചെയ്യും. അല്ലെങ്കിൽ ഇൻ കേസ് പേഷ്യന്റ് ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ ബെഡ് ലൈനേഴ്സ്, അതായത് ബെഡ്ഷീറ്റുകളും പില്ലോ കവേഴ്സ് എല്ലാം ചേഞ്ച് ചെയ്ത് കൊടുക്കുക. മൂന്നാമത്തെ പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത് റൊട്ടീൻ കെയർ ആൻഡ് മോണിറ്ററിംഗ്. റൊട്ടീൻ കെയർ ആൻഡ് മോണിറ്ററിംഗിൽ മെയിൻ ആയിട്ട് നോക്കേണ്ട 3 കാര്യങ്ങൾ: ഒന്ന് വൈറ്റൽ സൈൻ മോണിറ്ററിംഗ്, 2 മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പേഷ്യന്റ് ഹൈജീൻ ആൻഡ് കംഫർട്ട്. 4ാമത്തെ കാര്യത്തിലേക്ക് വരികയാണ് ന്യൂട്രീഷൻ ആൻഡ് ഹൈഡ്രേഷൻ. ഇപ്പൊ പേഷ്യന്റിന് കൊടുക്കേണ്ട ഭക്ഷണം അല്ലെങ്കിൽ അവർക്ക് കഴിക്കേണ്ട വെള്ളത്തിന്റെ അളവ്, ഇതൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുകയും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ ഇപ്പോ ഗൈന കേസിലൊക്കെ പറയുകയാണെങ്കിൽ പീഡിയാട്രിക്, അവർക്ക് കുട്ടികൾക്ക് ഫീഡ് ചെയ്യേണ്ട എത്ര സമയം ഫീഡ് ചെയ്യണം, എങ്ങനെ ഫീഡ് ചെയ്യണം. ചിലപ്പോൾ ഫസ്റ്റ് ബേബി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഫീഡിങ് മെത്തഡോളജി എന്തെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടത്, ടെക്നിക്സ് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായി പീഡിയാട്രിഷ്യന്റെ ഹെൽപ്പോട് കൂടിയിട്ട് അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ മോണിറ്ററിങ്ങിൽ ഈ സംഗതികളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞ് കൊടുക്കുകയും ചെയ്യുക. ഡയറ്ററി മാനേജ്മെന്റ് ആണ് ആദ്യം. വെരിഫൈ ദ ഡയറ്ററി ഓർഡേഴ്സ് ആൻഡ് എൻഷുർ ദ പേഷ്യന്റ് റിസീവ്സ് ദ മീൽസ് ആസ് പ്രിസ്ക്രൈബ്ഡ്. അതായത് ഡോക്ടേഴ്സ് ഇപ്പോ ഇന്ന വെള്ളം കൊടുക്കാൻ പറ്റുമോ, ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ, കഞ്ഞി കുടിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ കുറെ കൊറീസ് പറയുമല്ലോ. അപ്പോൾ ഡോക്ടറോട് ചോദിച്ചിട്ട് എന്താണോ കൊടുക്കാൻ പറ്റുന്നത് അത് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ബൈസ്റ്റാൻഡേഴ്സിനോ അല്ലെങ്കിൽ പേഷ്യന്റിനോ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അസിസ്റ്റ് ദ പേഷ്യന്റ് വിത്ത് ദ ഫീഡിങ് ഇഫ് നെസറി. ആവശ്യമാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫീഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. മെയിൻറ്റെയിനിങ് ഡിഗ്നിറ്റി ആൻഡ് പ്രൈവസി. അവരുടെ പ്രൈവസി, അവരുടെ ഡിഗ്നിറ്റി ഒന്നും കോട്ടം തട്ടാത്ത രീതിയിൽ വളരെ മാന്യമായിട്ട് തന്നെ അവർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അതേപോലെ തന്നെ ഹൈഡ്രേഷൻ മോണിറ്ററിംഗ്. മോണിറ്റർ ദ ഫ്ലൂയിഡ് ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട്, എസ്പെഷ്യലി ഫോർ ദ പേഷ്യന്റ്. IV ഫ്ലൂയിഡ്സ് ഇടുന്ന പേഷ്യൻസിന്, അതേപോലെ തന്നെ സ്പെസിഫിക് കണ്ടീഷൻ റിക്വയർഡ് ഉള്ള പേഷ്യൻസിന് ഈ ഫ്ലൂയിഡ് മാനേജ്മെന്റ്
ഉള്ള പേഷ്യൻസിനാണെങ്കിൽ കൃത്യമായിട്ട് ഇത് മോണിറ്റർ ചെയ്യുക. അതായത് എത്ര പിന്നെ വെള്ളമാണ് ഇൻടേക്ക് ചെയ്തത്, അതേപോലെ ഔട്ട്പുട്ട് പിന്നെ എന്താണെന്നെല്ലാം കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. അഗൈൻ അഞ്ചാമത്തെ പോയിന്റ് ഇൻഫെക്ഷൻ ആൻഡ് ഹൈജീൻ, ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് ഹൈജീൻ. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ്, ഇതിനെല്ലാം ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഉണ്ട്. അത് കൃത്യമായിട്ട് പ്രത്യേകം ഹാൻഡ് ഹൈജീൻ ആണ്. adhere to the hand hygiene protocol before and after the patient interaction. ഒരു പേഷ്യന്റിനെ കണ്ടു കഴിഞ്ഞാലുടെ ഹാൻഡ് വാഷ് ചെയ്യുക. ഓക്കെ, യൂസ് PPE റിക്വയർഡ്, അതായത് പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ്സ് എന്തെങ്കിലും ഉപയോഗിക്കേണ്ടതുണ്ടെങ്കിൽ പേഷ്യന്റ് കണ്ടീഷൻസിനനുസരിച്ച് ഹോസ്പിറ്റൽ ഗൈഡ് ലൈൻസ് പറയുന്നത്. അപ്പോൾ ഓരോ പേഷ്യന്റിനും ഒരേ രീതിയിലാവില്ല നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താന്ന് നോക്കിയിട്ട് അവർക്ക് വേണ്ട പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുകയും ചെയ്യുക. മാസ്ക്, ഗ്ലൗ അല്ലെങ്കിൽ അഡീഷണൽ ഗൗൺ ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ രൂപത്തിൽ ഉപയോഗിക്കുക. അതേപോലെ തന്നെയാണ് വൂണ്ട് കെയർ, മുറിവുകളുടെ പരിരക്ഷ എന്നുള്ള കാര്യം. അതായത് പെർഫോം ദ ഡ്രസ്സിംഗ് ചേഞ്ചസ് ദ വൂണ്ട് ആൻഡ് വൂണ്ട് കെയർ ഫോളോയിങ് ദ ആസ്പെക്ട് ടെക്നിക്സ്. അതായത് കൃത്യമായിട്ട് ഈ മുറിവുകളിലെ ഡ്രസ്സിംഗ് ചേഞ്ച് ചെയ്യാൻ വൂണ്ട് കെയറിന് എന്തൊക്കെ ടെക്നിക്സ് ആണോ ഫോളോ ചെയ്യേണ്ടത് അതിന്റെ ആസ്പെക്റ്റിലുള്ള ടെക്നിക്സ് കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ മോണിറ്റർ വൂണ്ട്സ് ഫോർ ദ സൈൻ ഓഫ് ഇൻഫെക്ഷൻ ഓർ ഡിലേഡ് ഹീലിംഗ്. അങ്ങനെ എന്തെങ്കിലും ഡിലേഡ് ഹീലിംഗോ മാറാൻ ടൈം എടുക്കുന്ന അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആയ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് മോണിറ്റർ ചെയ്യുകയും അത് കൃത്യമായി ഡോക്ടേഴ്സിനെ വിവരം അറിയിക്കുകയും ചെയ്യുക. ആറാമത്തെ പോയിന്റ് പേഷ്യന്റ് എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇനി എന്താണ് നമ്മൾ ചെയ്തതെന്ന് പേഷ്യൻസിനെയും ഫാമിലിയെയും കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്. അതാണ് പേഷ്യന്റ് എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ. എഡ്യൂക്കേറ്റ് ദ പേഷ്യന്റ് ആൻഡ് ഫാമിലീസ് ദെയർ കണ്ടീഷൻ. എന്താണ് ഇപ്പോഴത്തെ കണ്ടീഷൻ, എന്താണ്, എന്ത് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്, മെഡിക്കേഷൻസ്, നമ്മൾ മരുന്നുകൾ എന്തൊക്കെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഡിസ്ചാർജ്, പോസ്റ്റ് ഡിസ്ചാർജ് കെയർ എങ്ങനെ ചെയ്യണം, അതിപ്പോൾ ഡിസ്ചാർജ് ആയാൽ നമ്മൾ എങ്ങനെ അവരെ നോക്കണം എന്നുള്ള സംഗതികൾ കൊടുക്കുക. എന്തെങ്കിലും റിട്ടേൺ ഫോർമാറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതി തയ്യാറാക്കി മുൻകൂട്ടി കൊടുക്കാനുള്ള എന്തെങ്കിലും മെത്തഡോളജി നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ കൊടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എന്നുള്ള ഒരു കൃത്യം എന്തെങ്കിലും സൈനോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ആ ഒരു പരിപാടി നമ്മൾ നടത്തി എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. പേഷ്യൻസിനും അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിനാണ് മെയിൻ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അവരാരാണോ കെയർ ചെയ്യുന്നത് ആ ബൈസ്റ്റാൻഡേഴ്സിനെയാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. കമ്മ്യൂണിക്കേറ്റ് വിത്ത് കെയർ ടീം. മെയിൻറ്റെയിൻ ക്ലിയർ ആൻഡ് കൺസിസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഫിസിഷ്യൻ, ഫിസിയോതെറാപ്പിസ്റ്റ് ആൻഡ് അതർ ടീം മെമ്പേഴ്സ്. എൻഷുർ കോർഡിനേറ്റ് കെയർ. അതായത് നമ്മളിപ്പോ കെയർ ചെയ്ത പേഷ്യൻസിനോടും പേഷ്യൻസിന്റെ എല്ലാ കാര്യങ്ങളും കെയർ ചെയ്തു, മോണിറ്റർ ചെയ്തു, ഈ കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ കട്ട് ആയിട്ട് ഫിസിഷ്യൻ ഹാൻഡ് ഓവർ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഫിസിഷ്യൻസ് വരുമ്പോഴോ ഫിസിയോതെറാപ്പിസ്റ്റോ അല്ലെങ്കിൽ എനി അതർ ടീം, നമ്മൾ ഈ പേഷ്യൻസിന് നോക്കുന്ന ഏതൊരു മെഡിക്കൽ ടീമിനും ക്ലിയർ കട്ട് ഇൻഫർമേഷൻ കൊടുക്കുക. ഓക്കെ, ആ കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയർ ആയി ഇരിക്കുക. എമർജൻസി മാനേജ്മെന്റ്. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇൻ കേസ് ഒരു എമർജൻസി വരികയാണെന്നുണ്ടെങ്കിൽ പേഷ്യൻസിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. അതായത് അവരുടെ വൈറ്റൽ സൈൻസോ കോൺഷ്യസ്നെസ്സോ ബ്രീത്തിങ്ങിലോ എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക. ദെൻ ഡോക്യുമെന്റ് ഏർലി വാർണിംഗ് സൈൻസ് ആൻഡ് ഇൻഫോം ദ ഫിസിഷ്യൻ പ്രോംപ്റ്റ്ലി. കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. അങ്ങനെ വാർണിംഗ് സൈൻസ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഡോക്ടറെ വിവരം അറിയിക്കുകയും ചെയ്യുക. റാപ്പിഡ് റെസ്പോൺസ്. ഫസ്റ്റ് അവരുടെ കണ്ടീഷൻ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യലാണ്. ദെൻ രണ്ടാമത്തത് റാപ്പിഡ് റെസ്പോൺസ്. ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് BLS ആണ്, ബേസിക് ലൈഫ് സപ്പോർട്ട്. എല്ലാവരും, എല്ലാ നഴ്സിംഗ് സ്റ്റാഫുകളും BLS അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട്, ALS, ഈ രണ്ട് സംഗതികളിൽ വളരെ കൃത്യം ട്രെയിൻഡ് ആയിരിക്കുക. അത് നമ്മൾ സ്പെഷ്യൽ വീഡിയോസ് ആയിട്ടും അതേപോലെ തന്നെ ട്രെയിനിങ് ക്ലാസ്സുകളായിട്ടും നമ്മൾ തരുന്നുണ്ട്. അതായത് റാപ്പിഡ് റെസ്പോൺസ് എന്നുള്ള ഏരിയയിൽ എമർജൻസി പ്രോട്ടോകോൾസ് അനുസരിച്ച് ഇനീഷ്യൽ എമർജൻസി പ്രോട്ടോകോൾ സച്ച് ആസ് ബേസിക് ലൈഫ് സപ്പോർട്ട് BLS എടുക്കുക.
എൻഷുർ ദ അവൈലബിലിറ്റി ഓഫ് എമർജൻസി എക്യുപ്മെന്റ്സ്. എല്ലാ എമർജൻസി എക്യുപ്മെന്റ്സും നമുക്ക് അവൈലബിൾ ആണെന്ന് ഉറപ്പുവരുത്താം. എവിടെയാണ് ഓക്സിജൻ സിലിണ്ടേഴ്സ് ഉള്ളത്, ഡീഫിബ്രിലേറ്റേഴ്സ് ഉള്ളത്, ഇങ്ങനെ ഒരു കോഡ് ബ്ലൂ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എമർജൻസി വന്നാൽ എവിടെ നിന്നാണ് ഈ സംഗതികൾ കിട്ടുക, എമർജൻസി മെഡിസിൻസ് എവിടെയാണ് സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്, എല്ലാ ദിവസവും എമർജൻസി മെഡിസിൻസ് എവിടെയാണ് സ്റ്റോക്ക് ചെയ്തിട്ടുള്ളതെന്ന് റിപ്പോർട്ട് നോട്ട് ചെയ്ത് വെക്കുക. എല്ലാ ദിവസവും നമ്മൾ വരുമ്പോൾ എവിടെയാണ് ഇതിന്റെ എമർജൻസി മെഡിസിൻസ് എല്ലാം കീപ്പ് ചെയ്തിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ ഓക്സിജൻ സിലിണ്ടേഴ്സ് എവിടെയൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് റൂമുകൾ ഓക്സിജൻ അവൈലബിൾ ആണ്. ഇൻ കേസ് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രാഷ് കാർട്ട് എടുത്ത് വരിക. ദെൻ അതിൽ ഈ പറയുന്ന സംഗതികളെല്ലാം കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. ദെൻ ഡിസ്ചാർജ് പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ. ഡിസ്ചാർജ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇപ്പോൾ നമ്മളുടെ ഒരു പേഷ്യന്റ് അഡ്മിഷൻ ആയി, ദെൻ അവരുടെ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നു, അവരുടെ നമ്മളുടെ ട്രീറ്റ്മെന്റ് ഗോൾസ് അച്ചീവ് ചെയ്തു. ദെൻ നെക്സ്റ്റ് ഡിസ്ചാർജ് പ്രോസസ് ആണ്. അത് ഫിസിഷ്യൻ ആണ് തീരുമാനിക്കുക എപ്പോഴാണ് ഡിസ്ചാർജ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ടത് വെരിഫൈ ദ പേഷ്യന്റ് ഡിസ്ചാർജ് ഇൻസ്ട്രക്ഷൻസ് ഇൻക്ലൂഡിംഗ് മെഡിക്കേഷൻ പ്ലാൻസ്, ഫോളോ അപ്പ് ഷെഡ്യൂൾ, ലൈഫ് സ്റ്റൈൽ റെക്കമെൻഡേഷൻ എല്ലാം റെഡി ആണെങ്കിൽ, എല്ലാം കറക്റ്റ് ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അവരെങ്ങനെയാണ് മരുന്നുകൾ കഴിക്കേണ്ടത്, അത് ശരിക്കും ഡിസ്ചാർജ് സമ്മറിയിലാണ് നമ്മൾ അതിന്റെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവര് എന്നാണ് നെക്സ്റ്റ് അടുത്ത ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വരേണ്ടത് എന്നാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എഡ്യൂക്കേറ്റ് ദ പേഷ്യന്റ് ആൻഡ് ഫാമിലി അബൌട്ട് ദ പോസ്റ്റ് ഡിസ്ചാർജ് കെയർ. എന്തൊക്കെയാണ് ഇതിന് ശേഷം അവർക്ക് ചെയ്യേണ്ടത്, ഇൻക്ലൂഡിംഗ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് വൂണ്ട് കെയർ. മുറിവുകൾ എങ്ങനെ ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ മുറിവിനെ എങ്ങനെ നോക്കണം, അതേപോലെ തന്നെ മരുന്നുകൾ എങ്ങനെ കഴിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായ ഒരു പ്ലാൻ, ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഐഡിയ നമ്മളുടെ പേഷ്യൻസിനും അതേപോലെ ബൈസ്റ്റാൻഡേഴ്സിനും കൊടുക്കുക. ഡിസ്ചാർജ് ഡോക്യുമെന്റേഷൻ. കംപ്ലീറ്റ് ദ ഹാൻഡ് ഓവർ ഓഫ് ദ ഡിസ്ചാർജ് സമ്മറി, പ്രിസ്ക്രിപ്ഷൻ ആൻഡ് റെഫറൻസ് ലെറ്റേഴ്സ് ടു ദ പേഷ്യന്റ്. ഡിസ്ചാർജ് സമ്മറി, അവരുടെ ബില്ലിംഗ് പ്രോസസ് കഴിഞ്ഞാലുള്ള ഈ കാര്യങ്ങൾ, ഡിസ്ചാർജ് സമ്മറി, അതേപോലെ പ്രിസ്ക്രിപ്ഷൻസ്, ബാക്കി അവർക്ക് വേണ്ട ലെറ്റേഴ്സ്. എന്തെങ്കിലും ഇപ്പോൾ ഒരു പേഷ്യന്റ് റെഫറൽ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഉണ്ടാവുക ആ സമയത്തുള്ള പ്രിസ്ക്രിപ്ഷൻസും അതിന്റെ റെഫറൽ നോട്ടും സംഗതികളും വെച്ചിട്ട് നെക്സ്റ്റ് ഏരിയയിലേക്ക് റെഫർ ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ ഡിസ്ചാർജ് സമ്മറിയും വെച്ചിട്ട് അവരെ ഡിസ്ചാർജ് ചെയ്ത് കൊടുക്കുക. ഡോക്യുമെന്റ് ദ ഡിസ്ചാർജ് പ്രോസസ് ഇൻ ദ പേഷ്യന്റ് റെക്കോർഡ്സ്. അപ്പൊ ഏത് സമയത്ത് അവർ ഡിസ്ചാർജ് ആയി എന്നുള്ള കൃത്യസമയം പോലും ആ പേഷ്യന്റ് റെക്കോർഡിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് നോർമൽ ഡിസ്ചാർജ് പ്ലാൻ. ഇനി വേറെ ഒരു സിനാരിയോ പറയാം. ഇപ്പൊ ഒരു പേഷ്യന്റ് അഡ്മിഷനായി അവർക്ക് ഒരു ദിവസം കഴിഞ്ഞു, കണ്ടീഷൻ ബെറ്റർ ആയി വരുന്നില്ല, അല്ലെങ്കിൽ മെല്ലെ മെല്ലെയാണ് ബെറ്റർ ആവുന്നത്. ചില ആളുകൾ പറയും നമുക്ക് ഇന്ന് ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പറ്റില്ല, ഞങ്ങൾക്ക് വീട്ടിൽ പോകണം, ഞങ്ങൾ വന്ന് ഇഞ്ചക്ഷൻ ചെയ്തോളാം, അല്ലെങ്കിൽ വന്ന് ഇത് ചെയ്തോളാം, മെഡിക്കേഷനൊക്കെ അങ്ങനെ എടുത്തോളാം എന്നൊക്കെ പറയും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കൃത്യമായി ഡോക്ടറെ വിവരം അറിയിക്കുക. സർ, ഈ പേഷ്യന്റ് ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന് എഴുതുക, ഇന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദേ ആർ നോട്ട് വില്ലിംഗ് ഫോർ അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡോക്ടേഴ്സ് അല്ലെ അവരുടെ സൈനും അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ സൈൻ ഇട്ട് കഴിഞ്ഞാൽ അതോടുകൂടി നമുക്ക് അവരെ ഡിസ്ചാർജ് ചെയ്ത് അയക്കാവുന്നതാണ്. അവരുടെ വേറൊരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അതുവരെയുള്ള ബില്ലിംഗ് പ്രോസസ് കംപ്ലീറ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് അവർക്ക് ഡിസ്ചാർജ് കൊടുക്കാവുന്നതുമാണ്. ദെൻ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. Accurate charting. First one, maintain the detailed and accurate record of the all patient assessment, interventions, outcomes. ഇത് കൃത്യമായിട്ട് ഒരു പേഷ്യന്റെ കൃത്യമായ ഡാറ്റ, അവരുടെ പേര്, അവരുടെ ആ പേരിന്റെ സ്പെല്ലിംഗ്, അവരുടെ ഫയലിൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന ബ്ലഡ് ഗ്രൂപ്പ്, അങ്ങനെ പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. ഇപ്പൊ നമ്മൾ മാനുവൽ ആണ് ഈ സംഗതികളെല്ലാം ചെയ്യുന്നത്, മാനുവൽ ഫയലിലാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഇലക്ട്രോണിക് സിസ്റ്റത്തിലേക്ക് മാറ്റാനുള്ള പ്ലാൻ ഉണ്ട്. സോ വൺസ് അത് റെഡി ആകുമ്പോൾ ആ ഏരിയയും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ എന്തായാലും കൃത്യമായ മാനുവൽ റെക്കോർഡ്സ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അതെല്ലാം റൈറ്റ് ആണ്, അക്യുറേറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. ഡബിൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു ഫാക്ടേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഡബിൾ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ സീനിയേഴ്സിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ നഴ്സിംഗ് ഓഫീസറോടോ അല്ലെങ്കിൽ നഴ്സിംഗ് സൂപ്രണ്ടിനോടോ ചോദിച്ച് അത് ക്ലാരിറ്റി വരുത്താം. ഹാൻഡ് ഓവർ ഡോക്യുമെന്റേഷൻ. പ്രൊവൈഡ് ദ ക്ലിയർ ആൻഡ് കൺസൈസ് ഹാൻഡ് ഓവർ റിപ്പോർട്ട് ടു ദി നെക്സ്റ്റ് ഷിഫ്റ്റ്.
ഇപ്പൊ ഒരു ഷിഫ്റ്റിൽ നിന്ന് അടുത്ത ഷിഫ്റ്റിലേക്ക് മാറുമ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കൃത്യം ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൃത്യം മോണിറ്റർ ചെയ്ത കാര്യങ്ങൾ മാത്രം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുക. ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള സംഗതികളോ ഉണ്ടാവാൻ പാടില്ല. ഹൈലൈറ്റ് ദ ക്രിട്ടിക്കൽ പേഷ്യന്റ് ഇൻഫർമേഷൻ പെൻഡിങ് ടാസ്ക്. ഏതെങ്കിലും ഒരു പേഷ്യൻസിന്, ക്രിട്ടിക്കൽ ആയ പേഷ്യൻസിന് പെൻഡിങ് ടാസ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അതിൽ യാതൊരുവിധ എക്സ്ക്യൂസുകളും വരാൻ പാടില്ല. ദെൻ ക്വാളിറ്റി അഷുറൻസ്, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മളുടെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ഭാഗമായിട്ട് നഴ്സിംഗ് ഓഡിറ്റ്, എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള പോലെ തന്നെ നഴ്സിംഗ് ഓഡിറ്റ് ഉണ്ടാവും. കൃത്യം, അതായത് എന്തിനു വേണ്ടിയിട്ടാണ് നഴ്സിംഗ് ഓഡിറ്റ്? അതായത് ഈ നഴ്സിംഗ് ഓഡിറ്റിൽ എന്തിനാണ് പാർട്ടിസിപ്പേറ്റ് ഇൻ റെഗുലർ നഴ്സിംഗ് ഓഡിറ്റ് ടു എൻഷുർ കംപ്ലൈൻസ് വിത്ത് ദ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ് ആൻഡ് ഐഡന്റിഫൈ ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെന്റ്. ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡിനനുസരിച്ച് നമ്മളുടെ കപ്പാസിറ്റികൾ ഇംപ്രൂവ് ചെയ്യാനുള്ള ഏരിയകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നഴ്സിംഗ് ഓഡിറ്റ് നടത്തുന്നത്. ആ നഴ്സിംഗ് ഓഡിറ്റിൽ കൃത്യമായിട്ട് പങ്കെടുക്കുക, അതിനുവേണ്ട ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യും, സ്റ്റാഫ് ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യും, അതിലൊക്കെ അറ്റൻഡ് ചെയ്യുക. Attend and contribute ongoing training session to stay updated with at least latest nursing practice and technologies. ഇതെല്ലാം നമ്മൾ ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യും. അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് കൂട്ടാൻ വേണ്ടി ഡെവലപ്മെന്റ് ഏരിയയിൽ സ്റ്റാഫ് ട്രെയിനിങ്ങൾ എടുത്തുകൊണ്ടേ ഇരിക്കുക. ചില ആളുകൾ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ BLS ഒരാൾ ഭയങ്കര മാസ്റ്റർ ആയി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ആളുകൾക്ക് ഈ സംഗതികൾ വളരെ കൃത്യമായിട്ട് ആണ് കിട്ടുന്നത് എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യുക. അവർ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാം. ദെൻ പേഷ്യന്റ് ആൻഡ് ഫാമിലി സപ്പോർട്ട്. ഒന്ന്, ഇമോഷണൽ സപ്പോർട്ട്. പ്രൊവൈഡ് ദ കമ്പാഷനേറ്റ് ആൻഡ് കെയർ, എലിവേറ്റ് ദ പേഷ്യൻസ് ആങ്സൈറ്റി ആൻഡ് സ്ട്രെസ്. പേഷ്യൻസിനോട് നമ്മൾ പെരുമാറുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഒരു ഇമോഷണൽ സപ്പോർട്ട്, ഒരു പേഷ്യൻസിന് ചില എല്ലാവർക്കും ഒരു അസുഖവുമായിട്ട് വരുമ്പോൾ അവർക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട്, ഒരു എന്താ പറയാ, അവരുടെ ഒരു കമ്പാഷൻ അവർക്ക് ആവശ്യമായിട്ട് വരും. സോ അതിനനുസരിച്ചാണ് നമ്മൾ അവരോട് അവരുടെ ആങ്സൈറ്റിയോ സ്ട്രെസ്സോ അതിലൊന്നും നമ്മളെ പ്രയാസപ്പെടുത്താത്ത രീതിയിലാണ് നമ്മൾ അവർക്ക് നല്ല കെയർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ഓഫർ ദ ഇമോഷണൽ, അവരുടെ ഇമോഷൻസിന് കുറക്കാൻ വേണ്ടിയിട്ട്, ആ ഫാമിലി ഇമോഷൻസ് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും അവരുടെ പേടി അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ആകാംക്ഷ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനുള്ള ഒരു റിസറൻസ് അവർക്ക് കൊടുക്കുക, ഒരു ആശ്വാസം അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. കൃത്യമായ ഇൻഫർമേഷൻ കൊടുക്കുന്നത് കൂടെ തന്നെ. ദെൻ ഫാമിലി ഇൻവോൾവ്മെന്റ്. ഇൻവോൾവ് ദ ഫാമിലി ഇൻ പേഷ്യൻസ് കെയർ പ്ലാൻ. പേഷ്യന്റ് കെയർ പ്ലാനിൽ എന്തായാലും ഫാമിലിയുടെ ഒരു ഇൻവോൾവ്മെന്റ് കൂടി ഉണ്ടെന്ന് ഉറപ്പുവരുത്തും. പ്രൊവൈഡിങ് ദ ഗൈഡൻസ് ഹൗ ടു ദേ ക്യാൻ അസിസ്റ്റ്. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ഒരു പീഡിയാട്രിക് കേസ് ആണെന്ന് വിചാരിക്കാം. പീഡിയാട്രിക് ആണെങ്കിൽ എല്ലാവരും പുതിയ ആളുകളായിരിക്കും. അപ്പൊ ആ കുട്ടിയുടെ ഒരു ഇമോഷണൽ ഇതിലേക്ക് മിങ്കിൾ ആവണമെന്നുണ്ടെങ്കിൽ ഫാമിലിന്റെ ഒരു സപ്പോർട്ട് കൂടി വേണ്ടി വരും. അപ്പൊ ഫാമിലി വിത്ത് അസ്, നമ്മൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ അവരെന്ത് ചെയ്തു തരണം എന്നുള്ള രീതിയിലൊക്കെ അവരോട് സംസാരിച്ച് ആ ഒരു രീതിയിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അവരിൽ ഇടപഴകാനുള്ള ഒരു സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഇതൊക്കെ സ്കില്ലാണ്, ഓരോരുത്തരുടെ സ്കില്ലാണ്. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ആളുകളായിട്ട് സംസാരിക്കാനുള്ള സ്കില്ല്, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ല്, കുട്ടികളായിട്ട് സംസാരിക്കാനുള്ള സ്കില്ല്. പിന്നെ അതേപോലെ തന്നെ റെസ്പെക്ട് ദ ഫാമിലീസ് റോൾസ് ആൻഡ് ഇൻക്ലൂഡിങ് ദം ടു സിഗ്നിഫിക്കന്റ് ഡിസ്കഷൻസ് അബൌട്ട് ദ പേഷ്യൻസ് ട്രീറ്റ്മെന്റ്. പേഷ്യൻസ്, അതായത് അവരുടെ ഫാമിലിയെ റെസ്പെക്ട് ചെയ്തിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുക. അവരുടെ നെക്സ്റ്റ് പ്രൊസീജിയേഴ്സ് എന്താണ് ചെയ്യാനുള്ളത്, ഇതൊക്കെ കൃത്യമായിട്ട് ഫാമിലിക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഫാമിലിയെ കൃത്യമായിട്ട് ആ പേഷ്യൻസിന്റെ ഇപ്പോൾ ഉള്ള കണ്ടീഷൻ വിശദീകരിക്കുക. കളവ് പറയണം എന്നല്ല കേട്ടോ പറഞ്ഞത്, പേഷ്യൻസിന്റെ കണ്ടീഷൻ എന്താണെന്ന് കൃത്യമായിട്ട് വിശദീകരിക്കുക. മാക്സിമം നമുക്ക് അവരുടെ റിക്കവറിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക. ദെൻ എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്. വീണ്ടും പറയുന്നത് പേഷ്യന്റ് പ്രൈവസിയാണ്. കാരണം നമ്മൾ ഒരു പേഷ്യന്റിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ
അവരുടെ അവരുടെ മുഴുവൻ ട്രസ്റ്റ് നമ്മളിൽ ഉണ്ടാവും, നമ്മുടെ വിശ്വാസം. സോ അവരുടെ പ്രൈവസി ബ്രീച്ച് ചെയ്യുന്നില്ല എന്ന് എൻഷുർ കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ദ പേഷ്യന്റ് ഇൻഫർമേഷൻ അറ്റ് ഓൾ ടൈംസ്. ഒരു കാരണവശാലും ഒരു പേഷ്യന്റിന്റെ കോൺഫിഡൻഷ്യൽ തിങ്സ്, ഒരു രഹസ്യമായി സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ഒരിക്കലും മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലേക്കോ അൺഓതറൈസ്ഡ് പേഴ്സൺസിലേക്കോ പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താം. ഷെയർ മെഡിക്കൽ ഡീറ്റെയിൽസ് ഓൺലി വിത്ത് ദ അതറൈസ്ഡ് പേഴ്സൺസ് ഓർ കെയർ ഗിവേഴ്സ് ആസ് പെർ ദ ഹോസ്പിറ്റൽ പോളിസീസ്. നമ്മുടെ പോളിസി അങ്ങനെ തന്നെയാണ്. കൃത്യം ഓരോ പേഷ്യൻസിനും അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി, അവരുടെ പിന്നെ മെഡിക്കൽ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓൺലി ആ അതറൈസ്ഡ് പേഴ്സൺസിന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കണം. ദെൻ പ്രൊഫഷണൽ കണ്ടക്ട്. uphold the highest standard of the professionalism including respect, empathy and cultural sensitivity. എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുന്ന, എല്ലാവരോടും എമ്പതി തോന്നിക്കുന്ന, അതായത് ഓരോരുത്തരുടെ കൾച്ചറിനനുസരിച്ച് പെരുമാറുന്ന, അവരുടെ ഒരു കൾച്ചറിനനുസരിച്ച് സെൻസിറ്റീവായ ഏരിയകൾ പോലും വളരെ മാന്യമായിട്ട് തന്നെ. ഇപ്പോ ഒന്ന് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പേഷ്യന്റ് റൂമിലേക്ക് പോകുമ്പോൾ നോക്ക് ചെയ്തിട്ട് കയറുക, അവരോട് സമ്മതം ചോദിച്ചിട്ട് ഇത് ചെയ്യുന്നുണ്ട്, നെക്സ്റ്റ് ഇത് പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ റെസ്പെക്ട്ഫുള്ളി അവരോട് സമ്മതം ചോദിച്ചിട്ടൊക്കെ ചെയ്യുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മെയിൻറ്റെയിൻ ദ പോസിറ്റീവ് ആൻഡ് അപ്രോച്ചബിൾ ആറ്റിറ്റ്യൂഡ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക എല്ലായ്പ്പോഴും. അപ്രോച്ചബിൾ ആറ്റിറ്റ്യൂഡ്, നമുക്ക് പേഷ്യൻസിനൊക്കെ എപ്പോഴും നമ്മളോട് കാര്യങ്ങൾ ചോദിക്കാനും അല്ലെങ്കിൽ അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനെ എപ്പോഴും നമ്മളോട് കാര്യങ്ങൾ ചോദിക്കാനും ഉള്ള പിന്നെ ഒരു അപ്രോച്ചബിൾ ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടായിരിക്കാം. പേഷ്യൻസിനും ഫാമിലിക്കും അതേപോലെ നമ്മളെ കൊളീഗ്സിനും കൂടെ ഉള്ളവർക്കും എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊഫഷണൽ കണ്ടക്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്.